പിന്നെ ഞാൻ ഇന്ന് സുബേഷ്കരിച്ചിട്ട് ഒരാളിനോട് ഞാൻ സുബേഷ്കരിച്ച് ഇങ്ങനെ പെരുമ്പം ചോദിച്ചൊരു ചോദ്യം പറഞ്ഞത്. അപ്പോൾ മകളെ കല്യാണം നിശ്ചയിച്ചാണ്. 3 മാസമായ പറ്റൂല എന്നാണ് ആര് പറഞ്ഞത്? പെണ്ണുങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടോ വെച്ചു. നിശ്ചയിച്ചുകൊണ്ട് പിന്നെ 3 മാസം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ തന്നെയല്ലേ? എങ്ങനെയാണ് എങ്ങനെ കേട്ടണേ? 3 മാസം കഴിയാൻ പാടില്ല എന്ന് പറയേണ്ട പെണ്ണുങ്ങൾ. ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ മസലയെ. കാരണം കിതാബിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാക്കണതാണ്. കാരണം എന്താ വെച്ചാൽ ഈ നിശ്ചയിക്കലെന്നെ പറഞ്ഞിട്ടില്ല കിതാബിൽ. പിന്നല്ല ഇപ്പോൾ എന്തെല്ലാം ചടങ്ങുകളുണ്ട്. നിശ്ചയം, മൊബൈൽ കൊടുക്കൽ. പണ്ട് പൈസ കൊണ്ടേ കൊടുക്കില്ലേ? ഇനി ഇതൊക്കെ പരിപാടിയില്ലേ? മൊബൈൽ കൊണ്ടേ കൊടുക്കുക, അതിനും പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഇപ്പം നാളെ സലീം പോന്നില്ല. ഒരു ചെക്കൻ നേരം വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഈ പെണ്ണ് കാണലുണ്ടല്ലോ അത് ഭയങ്കര ആയിക്കണല്ലോ. ഭയങ്കര ഫോട്ടോ എടുക്കലും സ്റ്റേജും. നമ്മളെന്നോട് പറഞ്ഞില്ലേ സലീം ഇറങ്ങി പോകുന്നൊക്കെ? സലീം അളിയൻകുട്ടിൻ്റെ പെണ്ണാണാൻ പോയിട്ട് ഇറങ്ങി പോകുന്നതാണ്. എന്നമാർക്ക് ഈ നിശ്ചയം നമുക്ക് അതൊക്കെ നല്ലതാണ്. നിശ്ചയിച്ചാൽ എല്ലാവർക്കും കൂടാനും ഇതിനൊക്കെ സൗകര്യമാണ്. അതിനനുസരിച്ച് മറ്റേ കല്യാണം നിശ്ചയിക്കുക. അങ്ങനെ അതൊന്നും കിതാബ് പറഞ്ഞൊന്നുമല്ല. ഈ നിശ്ചയം ആളുകൾ പുതിയ നിക്കാഹിൻ്റെ മേലാണ് നിശ്ചയം എന്നാണ്. നിശ്ചയത്തിന് പറയാൻ ഞാൻ നിക്കാഹിന് കൂടൂല. നിങ്ങൾ കേട്ടണോ? എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഈ ആദ്യ കാര്യങ്ങളൊക്കെ അറിയൽ കമ്മിയാണ്. എൻ്റെ കല്യാണത്തിന് ഞാൻ കുടുംബത്തിലുള്ളൊരു കാര്യപ്പെട്ട ആളത്ത് ഇതിന് നിശ്ചയമൊന്നുമില്ല ചോദിച്ചോട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇത് മനസ്സിലായത്. ഞാൻ നിക്കാണ് മൂപ്പരോട് പറയണേ. അപ്പോൾ ഇതിന് നിശ്ചയമൊന്നും ഇല്ലേനിയോന്ന്. ഉണ്ട്, ഇപ്പം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കതൊന്നുമില്ല. നമുക്ക് നിശ്ചയിച്ചോളൊന്നുമില്ല. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഇതിനനുസരിച്ചാണ് ഡേറ്റൊക്കെ നോക്കുന്നത്. ഓഡിറ്റോറിയം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്നാ നോക്കണേ.